ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോസ് ചീരക്കുഴി ഗ്രൂപ്പ് ഓഫ് നഴ്സറീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ ഇന്ന് ഞങ്ങളുടെ റബ്ബർ നഴ്സറി ഡിവിഷനിലെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1979 ചീരക്കുഴി നഴ്സറി സ്ഥാപിതമാവുന്നത്. എന്റെ പിതാവ് കർഷക ശ്രീ KC കുര്യാക്കോസ്, അദ്ദേഹമാണ് ചീരക്കുഴി നഴ്സറിയുടെ സ്ഥാപനം. 1980 കാലഘട്ടത്തിൽ റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വൻതോതിൽ റബ്ബർ തൈകൾ കയറ്റി അയച്ച് ചീരക്കുഴി നഴ്സറി ഈ മേഖലയിലെ ഒരു പ്രധാന സാന്നിധ്യമായി മാറി. 1990 കാലഘട്ടത്തിലാണ് ചീരക്കുഴി നഴ്സറി യങ് ബഡിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നത്. ഇത് പിന്നീട് റബ്ബർ നഴ്സറി മേഖലയിലെ ഒരു വിപ്ലവം തന്നെയായി മാറി. 1998 ഈ ഒരു കണ്ടുപിടുത്തത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകൻ എന്നുള്ള ബഹുമതിയും ചേർത്ത് കർഷക ശ്രീ പുരസ്കാരത്തിന് ശ്രീ കുര്യാക്കോസ് അർഹനായി. പിന്നീട് 2005 രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് ശ്രീ കുര്യാക്കോസിന് ദേശീയ അവാർഡും ലഭിക്കുകയുണ്ടായി. 2000 കാലഘട്ടത്തിലാണ് റബ്ബർ നഴ്സറി രംഗത്ത് പുതിയൊരു ടെക്നോളജിയുമായി അതിന്റെ പരീക്ഷണവുമായി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്ത് വരുന്നത്. റൂട്ട് ട്രെയിനർ ടെക്നോളജി. കോട്ടയത്തെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ സീനിയർ സയന്റിസ്റ്റായ ഡോക്ടർ TA സോമൻ, അദ്ദേഹമാണ് അതിന്റെ ഉപജ്ഞാതാവ്. 2007 ഈ സാങ്കേതിക വിദ്യയുടെ ഈ പുതിയ ടെക്നോളജിയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള റബ്ബർ തൈകളുടെ ഉൽപാദനം അത് റൂട്ട് ട്രെയിനർ ടെക്നോളജിയിലൂടെ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിന്റെ ഒരു വാണിജ്യ പരീക്ഷണം, വാണിജ്യമായി ഉൽപ്പാദിപ്പിക്കാൻ, വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കാൻ അത് ഒരു നഴ്സറിയിൽ അതിന്റെ പരീക്ഷണം നടത്താനായി തീരുമാനിച്ചു റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. തുടർന്ന് 2007 ചീരക്കുഴി നഴ്സറിക്ക് ആ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ചീരക്കുഴി നഴ്സറിയിലാണ് 2007 മുതൽ 2010 വരെ കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ റൂട്ട് ട്രെയിനർ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണം നടന്നത്. അതിനുശേഷം 2010 ഈ ഒരു രീതി സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ഈ ടെക്നോളജി ഇന്ത്യയിലെ ആകമാനമുള്ള റബ്ബർ നഴ്സറി ഉടമകൾക്ക് റബ്ബർ ബോർഡ് കൈമാറുകയും ചെയ്തു. 2010 കൂടി റബ്ബർ ബോർഡിന്റെ ഈ പരീക്ഷണം അവസാനിപ്പിച്ചു. പക്ഷേ ചീരക്കുഴി നഴ്സറി ഈ റൂട്ട് ട്രെയിനർ സംവിധാനത്തിലുള്ള പരീക്ഷണം തുടരുകയും ചെയ്തു. അതിന്റെ ഫലമായാണ് വണ്ടർ റൂട്ട് ട്രെയിനർ ടെക്നോളജി ചീരക്കുഴി നഴ്സറി ഡെവലപ്പ് ചെയ്തത്. ഇനി എന്താണ് റൂട്ട് ട്രെയിനർ ടെക്നോളജി, എന്താണ് വണ്ടർ റൂട്ട് ട്രെയിനർ ടെക്നോളജി, ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം.